ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പാലും കസ്റ്റാർഡ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് നമുക്ക് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഞാൻ 250 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കുറുകി വരും. ഇതുപോലെ പറ്റ ലൂസാവാനും പാടില്ല, ചെറിയൊരു കുറുകലിൽ നമുക്കതിനെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, കുക്കിംഗ് ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് തട്ടിയിട്ടെടുക്കാം. അത് എയറൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.